ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം गलातियों की पत्री 2 अध्याय അതിന്റെ 20-ാമത്തെ വാക്യം. उसका 20वां पद। मैं मसीह के साथ क्रूस पर चढ़ाया गया हूं। अब मैं जीवित न रहा, पर मसीह मुझ में जीवित है। और मैं शरीर में अब तो जीवित हूं, तो केवल उस विश्वास से जीवित हूं जो परमेश्वर के पुत्र पर, जिसने मुझसे प्रेम किया और मेरे लिए अपने आप को दे दिया। വളരെ ശക്തമേറിയ ഒരു വചനമാണ് ബൈബിളിലെ ഈ വാക്യം. और ये वचन काफी एक सामर्थी वचन है। ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ അകത്തെ 2-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് വായിച്ചത്. और गलातियों की इस पत्री में दूसरा काफी महत्वपूर्ण एक पद को हमने यहाँ पर अभी पढ़ के सुना है। അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് നമ്മളിപ്പോൾ വായിച്ചിരിക്കുന്നത്. गलातियों की पत्री हम जानते हैं प्रेरित पौलुस गलातियों के कलीसिया को लिखे हुई एक आशीषित पत्री है। പക്ഷേ നിങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിച്ചോണം. परमेश्वर के लोग आप ध्यान से सुने। അതിന്റെ 2-ാം അധ്യായം 20-ാമത്തെ വാക്യം ഞാൻ ഒന്ന് വേഗത്തിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. और इस दूसरे अध्याय के 20वें पद में से जल्दी से मैं बताकर मैं प्रार्थना करूंगा। ഇവിടെ പറയുന്നു, ഞാനെന്ന് പൗലോസ് ഉപയോഗിച്ചിടത്തെല്ലാം പൗലോസിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് എഴുതിയിരിക്കുന്നത്. और जहां कहीं पौलुस ने मैं जो शब्द इस्तेमाल किया है वो पौलुस ने अपने आप के लिए वो लिखा है। ഞാൻ ഒന്നും കൂടെ പറയാം, ഞാൻ എന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചിടത്തെല്ലാം പൗലോസിനെ കുറിച്ചാണ് പറയുന്നത്. मैं जो शब्द जहां कहीं पौलुस ने इस्तेमाल किया है वो पौलुस ने अपने आप के लिए ही वो लिखा है। 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 20वें पद में इस प्रकार लिखा है कि मैं मसीह के साथ क्रूस पर चढ़ाया गया हूं। വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് ദൈവമക്കൾക്ക് കൈമാറാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. काफी महत्वपूर्ण एक वाणी को आप लोगों के बीच में बांटना मैं चाहता हूं। ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. वचन कहता है मैं मसीह के साथ क्रूस पर चढ़ाया गया। ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്? मसीह क्रूस पर क्यों चढ़ाया गया? സകല മാനവകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. सारे मानव जाति के पापों के प्रायश्चित के लिए मसीह को क्रूस पर चढ़ाया गया। ക്രിസ്തുവിനെ ദൈവം വിട്ടുകൊടുക്കാൻ അനുവദിച്ചത് നമുക്ക് വേണ്ടിയാണ്. और मसीह को पिता परमेश्वर ने जो क्रूस पर बलिदान होने दिया वो हमारे लिए था प्रियो। അതല്ലേ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. और 20वें पद में इस प्रकार हम देखते हैं, जिसने मुझसे प्रेम किया और मेरे लिए अपने आप को दे दिया। അതുകൊണ്ട് ഗലാത്യർക്ക് ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലേക്ക് ദൈവമക്കൾ ശ്രദ്ധിക്കണം. इसलिए गलातियों की पत्री 2 अध्याय उसके 20वें पद की ओर परमेश्वर के लोग ध्यान दे। ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. मैं मसीह के साथ क्रूस पर चढ़ाया गया हूं। ക്രിസ്തു ക്രൂശിക്കപ്പെടാൻ കാര്യം ദൈവം അനുവദിച്ചതാണ്. मसीह क्रूस पर इसलिए चढ़ा क्योंकि पिता परमेश्वर ने उसकी अनुमति दी। നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ തറയപ്പെട്ടത്. हमारे श्रापों के लिए, हमारे पापों के लिए, हमारी बीमारियों के लिए यीशु मसीह क्रूस पर मारे गए थे। ബൈബിളുണ്ട്, അടുത്ത അധ്യായത്തിലേക്കൊക്കെ വായിക്കുമ്പോൾ അറിയാം, മരത്തിന്മേൽ തൂങ്ങുന്നവനാണ് ഏറ്റവും കൂടുതൽ ശിക്ഷാവിധിയാണ്, ഏറ്റവും ശപിക്കപ്പെട്ട ഒരു ശിക്ഷാവിധിയാണ് മരത്തിന്മേൽ തൂങ്ങുക. और हालेलुया हम वचन में इस प्रकार देख सकते हैं, क्रूस पर हालेलुया मारा जाना उस समय का सबसे कठोर शिक्षा हुआ करता था। അതായിരുന്നു യേശുവിന് വേണ്ടി അവർ വിധിച്ചത്. और वो ही शिक्षा या फिर दंड यीशु मसीह के लिए भी उन्होंने रखा। അപ്പോൾ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ പിതാവ് സ്നേഹിച്ചു. पुत्र को हालेलुया पिता परमेश्वर ने दिया क्योंकि उतना अधिक प्रेम पिता परमेश्वर ने संसार से किया। നമ്മെ സ്നേഹിച്ച് പുത്രനെ നമുക്ക് വേണ്ടി പിതാവ് ഏൽപ്പിച്ചു കൊടുത്തു. पिता परमेश्वर ने हमसे प्रेम करके अपने पुत्र मसीह को उस काल्वरी क्रूस पर बलिदान दिया। ശാപത്തിലും പാപത്തിലും രോഗത്തിലൊക്കെ ജീവിച്ച നമുക്ക് വേണ്ടി പുത്രനെ ദൈവം ബലിയായി കൊടുത്തു. और हम सब जो पाप में श्राप में जी रहे थे हमारे लिए मसीह को बलिदान होने दिया। നമുക്കറിയാം, റോമൻ പടയാളികൾ അവനെ പിടിച്ച് കുരിശിൽ കടത്തി. और हम जानते हैं रोमी सिपाहियों ने यीशु मसीह को पकड़कर क्रूस पर हालेलुया लिटा दिया। അവന്റെ കാലിലും കയ്യിലും എല്ലാം ആണി അടിച്ചു കയറ്റി. और उसके हाथों पैरों में कीलें ठोकी गई। അവനെ 2 കള്ളന്മാരുടെ ഇടയിൽ തൂക്കി എന്നാണ് ബൈബിളിൽ പറയുന്നത്.
और बाइबल हमें सिखाती है कि दो चोरों के बीच में यीशु को भी क्रूस पर चढ़ा दिया സ്വന്തം തോളിൽ തലചായ്ച്ച് അവൻ നമുക്ക് വേണ്ടി മരിച്ചു. और यीशु मसीह अपने कंधे पर ही सर को रख के अपना प्राण छोड़ दिया. ഇതൊക്കെ നാം വിശുദ്ധ ബൈബിളിൽ വായിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. इन सारे वचनों को हमने पवित्र शास्त्र में पढ़ा है. അപ്പോൾ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമുക്കെല്ലാവർക്കും വേണ്ടിയായിരുന്നെങ്കിൽ, तो हम जानते हैं मसीह यदि हम सब के लिए अगर बलिदान हुआ है, അതും ക്രൂശിക്കപ്പെട്ടത് മരത്തിന്റെ മുകളിലാണെങ്കിൽ, अगर क्रूसित जो हुए हैं वो उस लकड़ी में या फिर उस पेड़ के उस क्रूस पर अगर उनको मारे गए हैं, പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. पौलुस कहते हैं कि मैं भी उस मसीह के साथ क्रूस पर चढ़ाया गया हूं. ഇനി എന്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് വന്നാലുള്ളൂ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. अगर आप लोग मेरे साथ साथ आएंगे तो ही इन वचनों को आप समझ पाओगे. ക്രിസ്തു തൂങ്ങിക്കിടന്നത് മരത്തിന്റെ മുകളിലാണ്. और मसीह जो है उस क्रूस पर लटके हुए हैं. ആ പടയാളികൾ ക്രിസ്തുവിനെ ആണികൊണ്ട് തറച്ചത് മരത്തിന്റെ മുകളിലാണ്, മരകഷ്ണത്തിലാണ്. और उन सिपाहियों ने जो यीशु के हाथों पैरों में कीले जो मारी थी उस क्रूस के साथ रखते हुए ठोका. പക്ഷേ നാം ക്രൂശിക്കപ്പെടുന്നത് മരത്തിന്റെ അകത്തല്ല, മറിച്ച് നമ്മളെ ക്രൂശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് ക്രൂശോട് തറച്ചിരിക്കുന്നത് ക്രിസ്തുവിനോട് ചേർത്താണ് നമ്മളെ തറച്ചിരിക്കുന്നത്. देखो प्रियो, यीशु मसीह को उस क्रूस पर हालेलुया मारा गया है, तो मगर आज हम लोगों को उस क्रूस पर नहीं मगर मसीह के साथ हमें भी मार दिया है. ആ ദൈവത്തിന്റെ വചനം നിങ്ങൾ ചിന്തിക്കണം, കേൾക്കണം. उस परमेश्वर के वचन को आप ध्यान से सुनिएगा. ക്രിസ്തു രണ്ട് കള്ളന്മാരുടെ ഇടയിൽ ആ മരത്തിൽ ആണിയിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ, देखो यीशु मसीह जिस प्रकार दो चोरों के बीच में उस क्रूस पर हालेलुया जब चढ़ाए गए हैं, നമ്മൾ രണ്ട് കള്ളന്മാരുടെ ഇടയിലല്ല, हम दो चोरों के बीच में तो नहीं है, നമ്മൾ മരത്തേലല്ല, हम किसी पेड़ पर भी नहीं है, നമ്മുടെ കൈയും ക്രിസ്തുവിന്റെ കൈയോട് ചേർത്ത് തറച്ചിരിക്കുകയാണ്. मगर हमारे हाथों को मसीह के हाथों के साथ ठोका गया है. നമ്മുടെ കാലുകൾ ക്രിസ്തുവിന്റെ കാലോട് ചേർത്ത് തറച്ചിരിക്കുകയാണ്. हमारे पैरों को मसीह के पैरों के साथ मारा गया है. ഞാൻ പറയുമ്പോൾ നിങ്ങൾ കാണണം, നമ്മളെ ക്രിസ്തുവിനോട് ചേർത്താണ് ദൈവം തറച്ചിരിക്കുന്നത്. और आप ध्यान से उस बागों को अच्छे से देखें और समझे, हमें मसीह के साथ उस क्रूस पर मारा चढ़ाया है. ഹല്ലേലൂയ. हालेलुया. നമ്മളെ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിന്റെ സ്നേഹത്താലുള്ള ഒരു ക്രൂശീകരണമാണ് നമ്മുടെ മേൽ നടന്നിരിക്കുന്നത്. और परमेश्वर के साथ मसीह के साथ उस प्रेम में हालेलुया हमें क्रूस पर चढ़ाया है. ക്രിസ്തുവിനെ പോലുള്ള ഘോര പീഡനത്തിന്റെ അകത്ത് ഇരയായിട്ടല്ല നമ്മൾ കിടക്കുന്നത്. और मसीह जिस प्रकार हालेलुया कठोर शिक्षा को अपने शरीर में सहा, वैसे हमने नहीं सहा है. തലയിൽ മുൾമുടി അടിക്കപ്പെട്ടവരെ പോലെയല്ല നാം കിടക്കുന്നത്. हमारे सर पर उस कांटों का मुकुट नहीं रखा गया है. ചാട്ടവാറുകൾ കൊണ്ടുള്ള അടിവേറ്റല്ല നമ്മൾ കിടക്കുന്നത്. हमने उस कोड़े के मार नहीं खाए हैं. കൈയിലും കാലിലും ആണികൾ അടിക്കപ്പെട്ടവരെ പോലെയല്ല നമ്മൾ ഈ ക്രൂശിൽ കിടക്കുന്നത്. हमारे हाथों पैरों में कीले ठुककर हालेलुया हम इस क्रूस पर नहीं लटके हैं. പടയാളികൾ ക്രൂരമായി യേശുവിനെ കുരിശിന്റെ മുകളിൽ കടത്തി ഒരു ശരീരം ഒന്നും മരവിപ്പിക്കാതെ നേരിട്ട് ആണി അടിച്ച് യേശുവിന്റെ കയ്യിലും കാലിലും കയറ്റി മഹാവേദനയോടെ യേശു പിടഞ്ഞതുപോലെ അങ്ങനെ ഒരു അനുഭവമല്ല നമ്മുടെ ക്രൂശീകരണത്തിന് മേൽ നടന്നിരിക്കുന്നത്. देखो जिस प्रकार हालेलुया उन रोमी सिपाहियों ने यीशु मसीह को क्रूस पर लिटाकर हाथों पैरों में कीले ठोकी और उस काफी शरीर में घाव पहुंचाई, ठेस पहुंचाई, दर्द सहा, वैसा नहीं है प्रियो जो हम सह रहे हैं. നമ്മുടെ മേൽ ഒരു വലിയ ക്രൂശീകരണം, ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ക്രൂശിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവ സ്നേഹത്തിലാണ് നമ്മളെ ക്രൂശിച്ചിരിക്കുന്നത്. देखो जब यहाँ पे कहा गया है कि मसीह के साथ हालेलुया हमको भी उस क्रूस पर चढ़ाया गया है, इसका मतलब है प्रियो कि उस परमेश्वर के प्रेम में हालेलुया हमें बांध दिया गया है. കരത്തോട് ചേർത്താണ് നമ്മളെ ക്രൂശിച്ചിരിക്കുന്നത്. परमेश्वर के हाथों के साथ हालेलुया लिटाकर हमें भी उस क्रूस पर चढ़ाया है. ക്രിസ്തുവിന്റെ കരത്തോട് ചേർത്ത് നമ്മുടെ കരം, और मसीह के हाथ के साथ हमारा हाथ भी रखा गया है. നമ്മുടെ കാലിനോട് ചേർത്ത് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കാലിനോട് ചേർത്ത് നമ്മുടെ കാലുകൾ, देखो मसीह के पैरों के साथ हमारे पैर भी रख दिए गए हैं. നിങ്ങൾ വിശ്വസിക്കുക, നമ്മളെ അവനോട് കൂടെ ക്രൂശിച്ചിരിക്കുകയാണ്. आप लोग विश्वास करें कि उस मसीह के साथ हमें भी क्रूसित किया है. ഇവിടെ പറയുന്നത് ഇനി ജീവിക്കുന്ന ഞാനല്ല, वचन कहता है कि अब मैं जीवित ना रहा ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. पर मसीह मुझ में जीवित है. ഞാൻ പറയുമ്പോൾ ഒരു ചിത്രം നിങ്ങളുടെ ഉള്ളിൽ വരണം. जब मैं इन बातों को बोलता हूं आपके हृदय में एक तस्वीर बन जाए. വരേണ്ട ചിത്രം ഇതാണ്. യേശു മരക്കുരിശിൽ കടന്നതുപോലെ നാം ക്രിസ്തുവിൽ തൂങ്ങിക്കിടക്കുക.
देखो आपके अंदर ऐसा तस्वीर आ जाए कि जिस प्रकार मसीह उस कालवरी क्रूस पर लटके हुए हैं, वैसे ही हम मसीह में हालेलुया समय पड़े हैं। യേശുവിനെ ചിലരെല്ലാം കൂടെ കൂടിയാണ് ആ ക്രൂശിന്മേൽ തറച്ചത്. देखो यीशु मसीह को कुछ लोगों ने हालेलुया कुछ लोगों ने मिलकर उस क्रूस पर यीशु को मारा। നമ്മളെല്ലാം ചിലരെല്ലാം കൂടെ കൂടിയാണ് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ തറച്ചിട്ടിരിക്കുന്നത്. और उसी प्रकार हमें भी कुछ लोगों ने मिलकर इस मसीह के प्रेम में हमें भी मार दिया है। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് നമ്മളെ ക്രിസ്തുവിനോട് ചേർത്തിരിക്കുന്നത്. परमेश्वर की आत्मा का काम है कि हालेलुया उसने हमें इस मसीह के साथ जोड़ दिया है। ഒത്തിരി പേര് സുവിശേഷം പറഞ്ഞാണ് നമ്മളെ ക്രിസ്തുവിനോട് സ്നേഹത്തിൽ ചേർത്ത് നമ്മളെ ക്രൂശിച്ചിരിക്കുന്നത്. अनेक लोगों ने सुसमाचार बोल बोलकर हमें उस मसीह के प्रेम के साथ मार दिया है प्रियो। ദൈവം അതിനുവേണ്ടി അപ്പോസ്തലന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. उसके लिए परमेश्वर ने प्रेरितों का इस्तेमाल किया है। അതിനുവേണ്ടി ദൈവം പ്രവാചകന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. उसके लिए परमेश्वर ने हमारे जीवन में भविष्यवक्ताओं का इस्तेमाल किया है। അതിനുവേണ്ടി ദൈവം നല്ല നല്ല ഇടയന്മാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. उसके लिए हमारे जीवन में परमेश्वर ने अच्छे अच्छे रखवालों की या चरवाहों को इस्तेमाल किया है। അതിനുവേണ്ടി ദൈവം നല്ല നല്ല ബൈബിൾ ടീച്ചർമാരെ ഉപയോഗിച്ചിട്ടുണ്ട്. उसके लिए परमेश्वर ने अच्छे अच्छे उपदेशकों का इस्तेमाल किया है। കാര്യം യേശുവിനെ മരക്കുരിശിന്റെ അകത്ത് കുറെ പടയാളികൾ ചേർന്നാണ് യേശുവിനെ ക്രൂശിച്ചെങ്കിൽ देखो यीशु मसीह को उस कालवरी के क्रूस पर कुछ सिपाहियों ने मिलकर अगर उसके हाथों पैरों पर कीलें मारी हैं। ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മേൽ ക്രൂരതയുടെ ഒരു ക്രൂശീകരണം അല്ല നടന്നിരിക്കുന്നത്. जैसे मैंने आपको बताया हमारे ऊपर हालेलुया काफी कठोर शिक्षा या क्रूस पर उस दर्द के साथ नहीं चढ़ाया है प्रियो, സ്നേഹത്തിന്റെ ഒരു ക്രൂശീകരണമാണ് നമ്മുടെ മേൽ നടന്നിരിക്കുന്നത്. मगर हमारे जीवन में परमेश्वर के या मसीह के प्रेम का क्रूशीकरण हुआ है। അതും മരത്തിലല്ല ക്രിസ്തുവിലാണ് നമ്മളെ ചേർത്ത് തറച്ചിരിക്കുന്നത്. देखो हमें उस क्रूस पर भी नहीं चढ़ाया मगर हमें मसीह के साथ मारा है। എന്നെ ക്രൂശോട് കൂടെ ദൈവം ക്രിസ്തുവിനോട് ചേർത്താക്കിയിരിക്കുക, ക്രൂശിച്ചിരിക്കുക. देखो मुझे हालेलुया परमेश्वर ने उस मसीह के साथ क्रूस पर हालेलुया मार दिया है। അതിന് ദൈവം അല്ലിയ ഒത്തിരി സുവിശേഷകരെ ഉപയോഗിച്ചിട്ടുണ്ട്. उसके लिए काफी सारे सुसमाचारकों को परमेश्वर ने इस्तेमाल किया है। ഒത്തിരി പ്രവാചകരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. काफी सारे भविष्यवक्ताओं को परमेश्वर ने उसके लिए इस्तेमाल किया है। നല്ല നല്ല പാസ്റ്റേഴ്സിനെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. अच्छे अच्छे पास्टर्स का परमेश्वर ने उपयोग किया है। അല്ലിയ അവരന്ന് ഉപയോഗിച്ചത് ആണികളായിരുന്നെങ്കിൽ अगर उन दिनों में ये मसीह को मारने के लिए उन्होंने कीलों का अगर इस्तेमाल किया, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ക്രൂശീകരണത്തിന്റെ പിന്നിൽ നടന്നിരിക്കുന്ന മൂന്ന് അസാധാരണ കാര്യങ്ങളാണ്. ഒന്ന് പിതാവിന്റെ സ്നേഹം, രണ്ട് പുത്രന്റെ മേലുള്ള കൃപ, മൂന്ന് പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മകളോട് ചേർത്താണ് നമ്മളെ ക്രിസ്തുവിലാക്കിയിരിക്കുന്നത്. देखो हमारे जीवन में भी हालेलुया 3 बातों से हमें मारा है, पिता परमेश्वर का प्रेम और पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की उस संगति में हमें उसके साथ क्रूस पर चढ़ा दिया गया है। ഹല്ലേലൂയ. हालेलुया। അതിന്റെ പിന്നിൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിന് ആരാധന കൊടുക്കാൻ തയ്യാറാകട്ടെ. उस पवित्र आत्मा ने जो हमारे जीवन में काम किया है उस परमेश्वर को हम आराधना दे प्रियो। അർത്ഥം നമ്മൾ ഇങ്ങനെയൊക്കെ ആയത് നമ്മുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് ദൈവം തന്റെ ശുശ്രൂഷകരെ നമുക്ക് വേണ്ടി ഉപയോഗിച്ചു. देखो हम इस प्रकार जो आज हुए हैं, जो परमेश्वर की उपस्थिति में आए हैं, ये हमारी खूबी नहीं मगर परमेश्वर ने अपने दासों को हमारे जीवन में इस्तेमाल किया। നല്ല പ്രവാചകന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. अच्छे अच्छे भविष्यवक्ताओं के लिए मैं परमेश्वर का धन्यवाद करता हूँ। നല്ല ചർച്ച് പാസ്റ്റർമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. अच्छे कलीसिया के रखवालों के लिए मैं परमेश्वर का धन्यवाद करता हूँ। സുവിശേഷകന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. अच्छे सुसमाचारकों के लिए मैं परमेश्वर का धन्यवाद करता हूँ। നല്ല ബൈബിൾ ടീച്ചർമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. अच्छे उपदेशकों के लिए मैं परमेश्वर का धन्यवाद करता हूँ। ഇവരുടെ എല്ലാം കഠിന പരിശ്രമമാണ് ഒരിക്കലും പറഞ്ഞു പോരാൻ പറ്റാത്ത രീതിയിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ചേർത്ത്, ക്രിസ്തുവിനോട് ചേർത്ത് നമ്മളെ ബന്ധിപ്പിച്ചത്. देखो इन सब लोगों के कठोर परिश्रम के वजह से हालेलुया आज हम उस मसीह के प्रेम से जो अलग नहीं हो रहे हैं उसके साथ जुड़े हुए हैं। യേശു മരക്കുരിശിന്റെ മുന്നിലാണ് യേശു 3 ഇരുമ്പാണിയിൽ തൂങ്ങിക്കിടക്കുന്നെങ്കിൽ यीशु मसीह उस क्रूस पर 3 कीलों पर अगर चढ़ाए गए थे, മരക്കുരിശിന്റെ മുന്നിലായിരുന്നു യേശു തൂങ്ങിക്കിടന്നത്. उस क्रूस के सामने हालेलुया मसीह को चढ़ाया गया था। പക്ഷെ നാം ക്രിസ്തുവിൽ അല്ലിയ 3 ദൈവത്തിന്റെ മഹാസ്നേഹത്തിൽ നാം തറയപ്പെട്ടിരിക്കുകയാണ്. मगर हम भी मसीह के उस 3 प्रेम के अंदर हमें भी चढ़ाया गया है। പക്ഷെ നമ്മള് ക്രിസ്തുവിന്റെ മുന്നിലല്ല, മറിച്ച് നാം ക്രിസ്തുവിന്റെ പിന്നിലാണ് ആയിരിക്കുന്നത്. प्रियो हम मसीह के आगे नहीं हैं मगर हम मसीह के पीछे हैं। കാര്യം സർവശക്തനായ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മളെ കാണുന്നത് ക്രിസ്തുവിലൂടെയാണ് കാണുന്നത്.
क्योंकि सर्वशक्तिमान परमेश्वर जब हमें देखते हैं तो वो मसीह के द्वारा हमें देखते हैं प्रियो। നമ്മെ ക്രിസ്തുവിലൂടെയാണ് ദൈവം കാണുന്നത്. वो मसीह में होकर हमें देखते हैं। അപ്പോൾ ദൈവമക്കളെ, അല്ല ദൈവം മാത്രമല്ല നമ്മളെ അങ്ങനെ കാണുന്നത്, ഈ ലോകത്തിലുള്ള എല്ലാവരും നമ്മളെ കാണുന്നത് ക്രിസ്തുവിലൂടെ ആണ് നമ്മളെ കാണുന്നത്. और केवल पिता परमेश्वर ही नहीं मगर इस दुनिया के हर एक लोग जब हमें देखते हैं वो मसीह के द्वारा हमें देखते हैं। എങ്കിൽ ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്? आज की इस पवित्र आराधना में कितने लोग बोल सकते हैं कि मैं भी मसीह के साथ क्रूस पर चढ़ाया गया हूं? നിങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? നിങ്ങൾ हाथों को उठाकर क्या परमेश्वर की स्तुति कर सकते हैं? നമ്മളെ ദൈവം ക്രിസ്തുവിനോട് കൂടെയാണ് ക്രൂശിച്ചിരിക്കുന്നത്. हमें भी परमेश्वर ने मसीह के साथ क्रूस पर चढ़ाया है। അല്ലിയ പിതാവ് നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിനെ കണ്ടിട്ടാണ് അതിന് പിന്നിൽ നിൽക്കുന്ന നമ്മളെ കാണുന്നത്. देखो, जब पिता परमेश्वर हमारी ओर देखते हैं तो सबसे पहले मसीह को देखते हैं और उसके उनमें से होकर हमें वो देख पाते हैं। അതുകൊണ്ടാണ് ദൈവത്തിന്റെ കണ്ണിൽ നമ്മളോട് ഭയങ്കര സ്നേഹം വരാൻ കാര്യം, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ ഓർത്തുള്ള സ്നേഹവും കരുണയാണ് ദൈവത്തോട് കാണിച്ചിരിക്കുന്നത്. देखो, पिता परमेश्वर ने जो प्रेम हमारे ऊपर दर्शाया है प्रियो, मसीह को देखते हुए, मसीह में जो प्रेम है उसके द्वारा वो परमेश्वर का प्रेम हम तक पहुंच पाया है। ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു ചിത്രം പതിയുന്ന പോലെ നിങ്ങളുടെ ഉള്ളിൽ പതിയണം. और आज जब आप इस संदेश को सुनते हो एक तस्वीर के समान आपके हृदय में ये आ जाए। ദൈവം മാത്രമല്ല നമ്മളെ അങ്ങനെ കാണുന്നത്, केवल परमेश्वर ही नहीं, ഈ ലോകത്തിലെ പൈശാചിക ലോകം എല്ലാം നമ്മളെ നോക്കുമ്പോൾ കാണുന്നത്, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവനെ കാണുന്നത് ആദ്യം അവനെയല്ല കാണുന്നത്, ആദ്യം കാണുന്നത് क्रिस्तुविനെയാണ്. देखो हालेलुया, इस दुनिया की अंधकार की शक्तियां क्यों ना हो, इस दुनिया के लोग क्यों ना हो, जब सबसे पहले देखते हैं वो हमें नहीं मगर हम जो मसीह में हालेलुया क्रूस पर चढ़ाए गए हैं, मसीह के द्वारा वो हमें देख पाते हैं। അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന, ഒരു പൈശാചിക മണ്ഡലവും നിന്നോട് അടുത്ത് വരാൻ ദൈവം സമ്മതിക്കത്തില്ല. इसलिए क्या होता है प्रियो कि कोई भी अंधकार की शक्ति आपके पास जल्दी से नहीं आ पाती। ഇന്ന് ഈ ഗലാത്യ ലേഖനം 2-20 വാക്യത്തിൽ നിന്ന് എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തോട് ഞാൻ പറയുന്നു, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരുടെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. और आज गलातियों की पत्री 2 अध्याय के 20वें पद से मुझे सुनने वाले लोगों, मैं उन लोगों से हालेलुया प्रचार कर रहा हूं जो मसीह में हालेलुया छुपे हुए हैं। അല്ലെ ക്രിസ്തുവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നത്. मैं उन लोगों के बारे में बता रहा हूं जो मसीह के साथ क्रूस पर चढ़ाए गए हैं। അവരെ ദൈവം കാണുന്നതും അല്ലിയ ക്രിസ്തുവിലൂടെയാണ്. और उन लोगों को परमेश्वर जो है मसीह में होकर देखते हैं। അവിടെ ദൈവം മാത്രമല്ല അവരങ്ങനെ കാണുന്നത്, പിശാചും കാണുന്നത് ആദ്യം കാണുന്ന ക്രിസ്തുവിനെയാണ്, അതിനുശേഷമാണ് നിന്നെ കാണുന്നത്. देखो, केवल परमेश्वर ही नहीं मगर शैतान भी जब देखते हैं तो सबसे पहले मसीह को देखते हैं, फिर उसके बाद ही आपको देख पाते हैं। ക്രിസ്തുവിനെ ആദ്യം കാണുന്നതുകൊണ്ട് സാത്താന് നിന്നോട് ഒരു ദോഷവും ചെയ്യാൻ പറ്റത്തില്ല. इस वजह से प्रियो हालेलुया, शैतान जो है वो मसीह को सबसे ऐसा पहले देखता है, इसलिए आपके जीवन में कोई विपत्ति या हानि वो नहीं ला सकता। സാത്താൻ അറിയാം അവന്റെ തലയെ തകർത്ത് കളഞ്ഞവനാണ് ക്രിസ്തു. क्योंकि शैतान अच्छे से जानता है कि उसके सर को कुचलने वाला व्यक्ति है यीशु मसीह। എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെ ഉടച്ചു കളഞ്ഞവനാ ക്രിസ്തു. അതുകൊണ്ട് സാത്താൻ കാണുന്നതും അല്ലെ ക്രിസ്തുവിനെ കാണുന്നത് കൊണ്ട് നിന്നെയോ നിന്റെ കുടുംബത്തെയോ എതിർക്കുവാനുള്ള ത്രാണി സാത്താൻ ഇല്ല. देखो, मसीह ने शैतान के हर एक कामों को कुचल दिया है, समाप्त कर दिया है, इसलिए शैतान आपको और आपके परिवार के जीव विरोध में कोई विपत्ति या हानि वो नहीं ला सकता, क्योंकि उसमें अब वो क्षमता नहीं रही। മൂന്നാമത്, മനുഷ്യൻ നിന്നെ കാണുന്നതും ക്രിസ്തുവിലൂടെ കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. और तीसरा है प्रियो, परमेश्वर यही चाहते हैं कि मनुष्य भी जब आपको देखते हैं मसीह में होकर आपको देखे। അല്ലേ പൗലോസ് തന്റെ ലേഖനത്തിൽ ഒരു വാക്യം പറയുന്നത്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. इसलिए हालेलुया प्रेरित पौलुस अपने वचन में इस प्रकार लिखते हैं कि मसीह में मैं एक मनुष्य को जानता हूं। നിന്നെ ലോകം കാണാൻ ആഗ്രഹിക്കുന്നതും ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനായിട്ടാണ്. और ये दुनिया जो आपको देखे, परमेश्वर यही चाहते हैं कि मसीह में एक व्यक्ति के समान, एक मनुष्य के समान आपको लोग जाने। ഞാൻ സാധു സുന്ദർ സിംഗ് എഴുതിയ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. और हालेलुया परमेश्वर के दास साधु सुंदर सिंह के द्वारा लिखे हुए एक पुस्तक को मैं इस प्रकार पढ़ रहा था। അതിന്റെ അകത്ത് ആ മനുഷ്യൻ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്ന യേശു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. देखो, वो परमेश्वर के दास जब भारत के अनेक गांवों में जब जाकर सुसमाचार सुनाने के लिए जब जाते थे तो वहां के लोग साधु सुंदर जी को यीशु करके पुकारते थे।
ടിബറ്റിലും താൻ ചെന്ന സമയങ്ങളിൽ, നേപ്പാളിൽ ചെന്ന സമയത്ത്, ഇംഗ്ലണ്ടിൽ ചെന്ന സമയത്ത്, അല്ലെ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളൊക്കെ ചെന്ന സമയത്ത് ആൾക്കാർ ആദ്യം ഒറ്റ നോട്ടത്തിൽ അദ്ദേഹത്തെ യേശു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. और तिब्बत में जब वो गए, नेपाल में, हालेलुया, यूरोप में, इंग्लैंड में, अनेक जगहों में जब वो गए, सबसे पहले लोग उनको देखकर यीशु कहते थे, കാര്യം ഈ ലോകം യേശുവിനെ കണ്ടിട്ടില്ല. क्योंकि ये इस दुनिया ने यीशु को नहीं देखा है. യേശുവിന്റെ ഒരു തേജസ് ഇറങ്ങിയ ഒരു മനുഷ്യനെ പോലെയാണ് അദ്ദേഹം നിന്നെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. मगर उन्होंने अपने पुस्तक में इस प्रकार लिखा है कि यीशु मसीह की महिमा जिस प्रकार उनके ऊपर उतरी थी, वैसे ही लोगों ने हालेलुया मसीह को उनके अंदर देखा है. കാര്യം ഗുരുവും ശിഷ്യനിൽ നിന്ന് സംസാരിക്കുന്ന പോലെ യേശുവുമായിട്ട് അദ്ദേഹം മഞ്ഞുമലകളുടെ മുകളിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. जिस प्रकार एक गुरु और चेला हालेलुया आमने सामने खड़े होकर बात करते हैं, वैसे ही काफी हालेलुया हिमालय के या पर्वतों की चोटी पर उन्होंने परमेश्वर के साथ बात किया है. ഇന്ന് എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ മക്കളെ, आज मुझे सुनने वाले परमेश्वर के प्रियो, നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. आप लोग भी इस प्रकार बोल पाए कि मैं मसीह के साथ क्रूस पर चढ़ाया गया हूं. നിങ്ങളുടെ ശരീരം ക്രിസ്തുവിനോട് കൂടെ തറച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലാണ്. और आपका शरीर भी उस मसीह के साथ क्रूशित कर दिया है, उस अनुभव में आप जिए. ഹല്ലേലൂയ. हालेलुया. അങ്ങനെയാണ് നാം ജീവിക്കുന്നത്. और उस प्रकार हम जी रहे हैं. അതുകൊണ്ട് ഓർത്തോണം, നാം നമ്മുടെ മുന്നിലായിരിക്കുന്ന ക്രിസ്തുവാണ്. इसलिए हमारे आगे जो है वो मसीह है प्रियो, നാം പിന്നിലാണ്, ക്രിസ്തുവിന്റെ പിന്നിലാണ് നാം ആയിരിക്കുന്നത്. और हम लोग जो है मसीह के पीछे छुपे हैं. നമ്മളെ ദൈവം കാണുന്നതും അങ്ങനെ തന്നെയാണ്. और परमेश्वर जो हमें देखते हैं वो वैसे ही देखते हैं. പിശാചും അങ്ങനെ തന്നെയാണ് കാണുന്നത്. शैतान भी वैसे ही हमें देख पाते हैं. മനുഷ്യനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. और मनुष्य भी जब हमें देखते हैं, मसीह में होकर ही हमें देखते हैं. 20ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. 20वां पद एक और बार हम पढ़ेंगे. मैं मसीह के साथ क्रूस पर चढ़ाया गया हूं. अब मैं जीवित ना रहा, पर मसीह मुझ में जीवित है. और मैं शरीर में अब जो जीवित हूं, तो केवल उस विश्वास से जीवित हूं जो परमेश्वर के पुत्र पर है, जिसने मुझसे प्रेम किया और मेरे लिए अपने आप को दे दिया. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. देखो वचन कहता है कि मैं मसीह के साथ क्रूस पर चढ़ाया गया हूं. ക്രിസ്തു മരത്തിലാണെങ്കിൽ ഞാൻ ക്രിസ്തുവിലാണ്. अगर मसीह क्रूस पर है तो मैं उस मसीह में हूं. അതുകൊണ്ട് ഒരിക്കലും പിരിയാൻ പറ്റാത്ത ഒരു ബന്ധത്തിലാണ് ദൈവം എന്നെ തറച്ചു വെച്ചിരിക്കുന്നത്. इसलिए अब मैं कभी बिछड़ नहीं सकता. उस हालेलुया अटूट बंधन में परमेश्वर ने मुझे जोड़ रखा है. നിങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ ഓർക്കുന്നത്, നിങ്ങളുടെ മേൽ ഒരു വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക്, ഒരു അറിവിലേക്കാണ് ദൈവം നിങ്ങളെ നടത്താൻ ആഗ്രഹിക്കുന്നത്. और जब आप इन वचनों को सुनते हैं, परमेश्वर यही चाहते हैं कि आपके हृदय में ये धैर्य और हिम्मत आ जाए, और ये बोध और समझ आ जाए कि परमेश्वर हालेलुया आपके साथ है. कोई विपत्ति आपके जीवन में नहीं आएंगी, ഒരു ദോഷവും നിനക്ക് വരത്തില്ല. कोई बुराइयां, कोई विपत्ति आपके जीवन में नहीं आएंगी. വാക്യദ്ദേഹം പറയുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. पौलुस कहते हैं कि अब मैं जीवित ना रहा. പൗലോസ് എന്ന് പറഞ്ഞ ഞാൻ ക്രൂശിക്കപ്പെട്ടു ക്രിസ്തുവിൽ. मैं जो पौलुस हूं, अब मसीह के साथ क्रूस पर चढ़ाया गया हूं. ഞാൻ ഈ സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ചരിത്രം ഞാൻ വായിച്ചു. सेंट अगस्टिन करके एक व्यक्ति का इतिहास मैं पढ़ रहा था. അപ്പോൾ അദ്ദേഹം വെറും അഗസ്റ്റിൻ ആയിരുന്ന സമയത്ത്, और जब वो केवल एक साधारण मनुष्य थे, അദ്ദേഹം ക്ലബുകളിലൊക്കെ പോയി മദ്യലഹരിയിൽ നൃത്തം ചെയ്യുന്ന ആളായിരുന്നു. और वो क्लब में जाकर शराब में नाचने वाले एक व्यक्ति थे. ഞാൻ ചെയ്യാത്ത വെറിക്കൂത്തുകളില്ലായിരുന്നു. और ऐसा कोई भी पाप के स्वभाव नहीं रही जो उन्होंने अपने जीवन में ना किया हो. എന്റെ ജീവിതത്തിൽ താൻ യേശുവിനെ കണ്ടുമുട്ടി. मगर एक दिन आया जब उन्होंने मसीह को जाना, പിന്നീട് ആ ക്ലബിലേക്ക് തന്നെ കാണാതായി. और उसके बाद से वो कभी भी उस क्लब में कभी नहीं जाते थे. എന്റെ കൂട്ടത്തിൽ തന്നെ തിരക്കി വന്നു. देखो उनके साथी एक दिन उनको ढूंढते हुए आए, അവര് ചോദിച്ചു, അഗസ്റ്റിൻ എന്താണ് നീ ഇപ്പൊ ക്ലബിൽ വരാത്തത്? और उनके साथियों ने उससे पूछा कि हालेलुया अगस्टिन तू काफी दिन से क्लब में क्यों नहीं आया. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. उन्होंने इस प्रकार एक शब्द बोला. പറഞ്ഞ വാക്യമായിരുന്നു, നിങ്ങളുടെ കൂടെ മദ്യലഹരിയിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന, പാപത്തിന് കൂട്ടുനിന്നുകൊണ്ടിരുന്ന അഗസ്റ്റിൻ എന്ന് പറയുന്ന ആള് മരിച്ചുപോയി.
और उन्होंने हालेलुया अपने साथियों को, जो लोग वहां पर आए थे, उनसे कहा कि तुम्हारे साथ पाप में या शराब पीकर नाचने वाला वो अगस्टिन नाम का व्यक्ति मर चुका है, അദ്ദേഹം മരിച്ചുപോയി. वो मर चुका है। അപ്പൊ കൂട്ടുകാരെല്ലാം അതിശയിച്ച് നിൽക്കുക. तो उनके साथी लोग जो आगे खड़े थे वो बहुत चकित होकर खड़े हो गए। അദ്ദേഹം പറയുന്നത് ഈ നിൽക്കുന്ന അഗസ്റ്റിൻ പുതിയ ഒരു അഗസ്റ്റിനാണ്. उन्होंने इस प्रकार बोला कि तुम्हारे सामने अब ये जो अगस्टिन खड़ा है ये एक नया अगस्टिन है। കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളോടുകൂടെ പാപത്തിന്റെ അകത്ത് ഉല്ലസിച്ച അഗസ്റ്റിൻ കൊല്ലപ്പെട്ടു, അദ്ദേഹം മരിച്ചു പോയിരിക്കുകയാണ്. तुम्हारे साथ पिछले दिनों में, पिछले समयों में जो पाप में हालेलुया जो मजे में जी रहा था वो मर चुका है आज। ഇപ്പോൾ ഞാൻ ക്രിസ്തുവിലായി, आज मैं मसीह में हो चुका हूं, പുതിയ സൃഷ്ടിയായി. एक नई सृष्टि बन चुका हूं, പഴയതെല്ലാം കഴിഞ്ഞു പോയി കേട്ടോ. पुरानी सारी बातें बीत गई है। ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന അഗസ്റ്റിൻ പുതിയ ഒരു അഗസ്റ്റിനാണ്. और आज हालेलुया जो तुमसे बात कर रहा है वो एक नया अगस्टिन है। ഈ കണ്ണ് ക്രൂശിക്കപ്പെട്ടതാ, ये आंखें क्रूश पर चढ़ा दी गई है, ഈ നാവ് ക്രൂശിക്കപ്പെട്ടതാ, इस जुबान को क्रूश पर चढ़ा दिया गया है, ഈ കൈയും കാലും ശരീരം മുഴുവനും ക്രൂശിക്കപ്പെട്ടതാണ്. और मेरे ये हाथ पैर पूरा शरीर उस क्रूश पर चढ़ा दिया गया है। ഇത് ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് ഇനി ഇതൊരു പുതിയ അഗസ്റ്റിനാണ്. देखो अब ये क्रूश पर चढ़ा दिया गया है, इसलिए अब ये एक नया अगस्टिन है। ഇന്ന് എന്നെ കേൾക്കുന്ന കർത്താവിന്റെ മക്കളെ, आज मुझे सुनने वाले परमेश्वर के प्रियो, ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ നിന്റേതല്ല. देखो क्रूश पर चढ़ा दिए जाने के बाद अब आप आपके नहीं रहे हो। ഈ ഒരു അറിവ് ദൈവമക്കളെ ഭരിക്കണം. परमेश्वर के लोगों के अंदर ये समझ और जानकारी होना है। ക്രൂശിക്കപ്പെട്ടത് നീ പിന്നെ നിന്റേതല്ല. क्रूश पर चढ़ाए जाने के बाद अब आप अपने नहीं हो, പിന്നെ നീ ക്രിസ്തുവിൻ്റെതായി മാറി. देखो अब आप मसीह के हो चुके हो। ഈ ഒരു അറിവാണ് ഫലപ്രദമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. यही समझ, यही जानकारी एक मसीह जीवन की बुनियाद है प्रियो, वो नींव है। ഇവിടെ ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും ക്രൂശിക്കപ്പെട്ടതാ. और प्रचार करने वाला मैं, अनुवाद करने वाला भाई, यहां पर बैठे हुए हम सब लोग क्रूश पर चढ़ा दिए गए हैं। ക്രൂശിക്കപ്പെട്ടെന്നുള്ളൊരു അറിവ് നമ്മളെ ഭരിക്കണം, ഒരു देखो ബോധം നമ്മളെ ഭരിക്കണം. हम क्रूशित हो चुके हैं, ये समझ और ये जानकारी हमारे अंदर हमेशा रहना जरूरी है। ആ അറിവാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം, അതായത് ഫലപ്രദമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. और यही समझ और यही जानकारी एक मसीह जीवन का बुनियाद है, वो आशीष का कारण है प्रियो। ആ ഒരു അറിവാണ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സാധാരണ പാവിയെ ഒരു സെൻ അഗസ്റ്റിനാക്കി മാറ്റിയത് തന്റെ മേൽ വ്യാപരിച്ച ഒരു അറിവാണ്. देखो इसी जानकारी ने कि वो मसीह के साथ क्रूश पर चढ़ा दिया गया है, साधारण सा पाप करने वाले एक व्यक्ति थे अगस्टिन, मगर उसको संत अगस्टिन में बदल दिया। ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഈ ഒരു അറിവ് ഭരിക്കട്ടെ, ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. इन दिनों में आपके अंदर भी ये समझ हालेलुया और ये जानकारी हमेशा रहे कि मैं भी मसीह के साथ क्रूश पर चढ़ा दिया गया हूं। ഫോൺ എടുക്കുമ്പോഴും നാം ടിവിയുടെ മുന്നിൽ ഇരിക്കുമ്പോഴും നാം ലോകത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം നീ ഓർത്തോണം, നിന്റെ കണ്ണ് ക്രൂശിക്കപ്പെട്ടതാണ്. जब हम फोन अपने हाथों में उठाते हैं, जब टीवी के सामने बैठते हैं, इस दुनिया में जब हम चलते हैं फिरते हैं, हमारे हालेलुया हमें समझ हो कि मेरी आंखें क्रूश पर चढ़ा दी गई है। ഒത്തിരി പേരുടെ കൂടെ കൂട്ടുകൂടുമ്പോൾ നീ ഓർത്തോണം, നീ ക്രൂശിക്കപ്പെട്ടവനാണ്. अनेक लोगों के साथ जब हम मित्रता रखते हैं तब हम समझ लेना कि हमारे अंदर जानकारी हो कि हम क्रूश पर चढ़ा दिए गए हैं। ഒരു ശബ്ദ പറയാ, ഞാനല്ല ഇനി ജീവിക്കുന്നത്, ഞാനല്ല ഇനിൽ ജീവിക്കുന്നത്. पौलुस अब इस प्रकार कहते हैं कि अब मैं जीवित ना रहा, ഇനി ഞാനല്ല ജീവിക്കുന്നത്, अब मैं जीवित ना रहा, മറിച്ച് ഇനി ജീവിക്കാൻ പോകുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കാൻ പോകുന്നത്. मगर अब मसीह है जो मुझ में जीवित है। ഞാൻ പറഞ്ഞല്ലോ, ഈ വചനമൊക്കെ ഒരു അറിവായിട്ട് എടുത്തിട്ട് ഇതൊരു ചിത്രമായിട്ട് അകത്ത് വരണം. देखो ये सारे वचन एक तस्वीर के समान हमारे हृदय के अंदर छप जाए, बैठ जाएं। ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടു, हम मसीह में क्रूश पर चढ़ा दिए गए हैं। ഇനി നമ്മളല്ല നമ്മൾ ജീവിക്കുന്നത്, अब हम अपने अंदर हम अपने आप में नहीं जी रहे हैं, ക്രിസ്തു നമ്മളെ ജീവിക്കുക. मगर मसीह हम में जीवित है। അപ്പോൾ ഒരു ചോദ്യം, ഞാൻ എവിടെ പോയി? तो एक प्रश्न इस प्रकार होगा कि तो मैं कहां गया? റോമാലേഖനം പറയുന്നു, रोमियो की पत्री इस प्रकार कहता है, ക്രിസ്തുവിനോട് ചേരുവാൻ, मसीह के साथ जुड़ने के लिए
എന്നെ ഞാൻ കുഴിച്ചിട്ടു. ഒന്ന് വായിച്ചട്ടെ, റോമാലേഖനം 6-4 हम उस वचन को पढ़ेंगे, रोमी 6:4। अतः उस मृत्यु का बपतिस्मा पाने से हम उसके साथ गाड़े गए, ताकि जैसे मसीह पिता की महिमा के द्वारा मरे हुओं में से जिलाया गया, वैसे ही हम भी नए जीवन की सी चाल चले। കേൾക്കണം, അവിടെ കുഴിച്ചിടപ്പെട്ടെന്ന് പറയുന്നൊരു വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത് 4 വാക്യത്തിൽ. यस, चौथे पद में इस प्रकार लिखा है कि हम मसीह के साथ गाड़े गए हैं। ഇന്ന് ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, ഇനി ഞാനല്ല എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം, ഞാൻ എവിടെ പോയി എന്നൊരു ചോദ്യത്തിന്റെ അകത്തെ മറുപടിയാണ് ഞാൻ അല്ലിയ കുഴിച്ചടക്കപ്പെട്ടു. എന്നെ ഒരു മണ്ണിൽ ഒരു ശവം മറവ് ചെയ്യുന്നത് പോലെ അല്ലിയ ഞാൻ എന്ന് പറയുന്ന ആ അനുഭവത്തെ അല്ലിയ അടക്കം ചെയ്തു മണ്ണിന്റെ അകത്ത്. परमेश्वर के प्रियो, जब हम कहते हैं कि मैं मसीह के साथ हालेलुया क्रूस पर चढ़ा दिया गया हूं, तो हालेलुया अब मैं अपने में नहीं जीवित हूं करके जब हम बोलते हैं, तो फिर मैं कहां गया, उस प्रश्न का उत्तर हम यहां देख सकते हैं। वचन कहता है कि हम मसीह के साथ उस शरीर को, शव शरीर को जैसे गाड़ दिया जाता है, वैसे हमारे शरीर को भी गाड़ दिया है। ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടവരെ, इन दिनों में मसीह में क्रूशित लोगों, നിങ്ങളിലുള്ള ഞാൻ എവിടെ പോയി? आपके अंदर जो मैं था वो कहां गया? ഒരു മനുഷ്യന്റെ ശവസംസ്കാരം മണ്ണിൽ നടക്കുന്നത് പോലെ തന്നെ നിങ്ങളിലുള്ള ഞാനെ അടക്കം ചെയ്തെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? क्या आप लोग इस प्रकार बोल सकते हैं, इस दुनिया में जिस प्रकार एक शव शरीर को हालेलुया शमशान घाट में दफनाया जाता है, वैसे ही मैं जो शब्द हूं, जो मैं था, उसको भी गाड़ दिया गया है। ഒത്തിരി ദോഷങ്ങൾ ചെയ്തൊരു ഞാൻ നമ്മളിൽ ഉണ്ടായിരുന്നു. हमारे अंदर भी वैसा एक मैं छुपा हुआ था जिसने बहुत सारी बुराइयां की हैं। ഒത്തിരി തെറ്റുകൾ ചെയ്തൊരു ഞാൻ, ऐसे हालेलुया ऐसा मैं मेरे अंदर था जिसने बहुत सारी गलतियां की थी। ആ ഞാനെ ഇവിടെ സംസ്കരിച്ചു, അതായത് അടക്കം ചെയ്തെന്ന് പറയുന്ന ഒരു പദത്തിലാണ് കിടക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഈ ചർച്ചിന്റെ അകത്തായിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളോടും അല്ലിയ ക്രൂശിക്കപ്പെട്ട നിന്റെ അല്ലിയ ഞാനെ നിനക്ക് അടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? और हालेलुया उस मैं जिसने काफी बुराइयां पिछले दिनों में की हैं, अब उसको गाड़ दिया गया है। इस ऑनलाइन प्रेयर में जुड़े हुए लोगों, आपसे मैं पूछना चाहता हूं, क्या आपने अपने अंदर के उस मैं नाम के व्यक्ति को गाड़ा है, उसको दफनाया है? ലേഖനത്തിൽ മറ്റൊരു വാക്കുണ്ട്. और पत्री में एक और वचन इस प्रकार हम देखते हैं, പഴയ മനുഷ്യനെ അതിന്റെ പ്രവൃത്തിയോടുകൂടെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞിരിക്കുക. और पुराने मनुष्यत्व को मैंने उसके कामों के साथ उतार फेंक दिया है। ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. मतलब मैंने अपने अंदर से उसको उतार कर फेंक दिया है। ഗലാത്യലേഖനത്തിൽ വേറൊരു വാക്യമുണ്ട്. गलातियों की पत्री में एक और वचन हम देखते हैं, എന്റെ ജഡത്തിന്റെ ആ ഞാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ സകല രാഗ മോഹങ്ങളെ ഞാൻ ക്രൂശോടുകൂടെ തറച്ചു. और हमारे शरीर में मैं जो व्यक्ति है उसकी सारी अभिलाषाओं, सारी इच्छाओं के साथ मैंने उसको क्रूस पर चढ़ा दिया। ചിലർ പറയുന്നു ഞാനെ കുഴിച്ചിട്ടു. कुछ लोग बोलते हैं कि मैंने मेरे अंदर के मैं को गाड़ दिया है। ചിലർ പറഞ്ഞു ഞാൻ അതിന്റെ പ്രവൃത്തിയോടുകൂടെ അതിനെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞു. कुछ लोग बोलते हैं कि मैंने उसके कामों के साथ मेरे ऊपर से उतार फेंक दिया है। അടുത്തൊരു വാക്യത്തിൽ പറയുന്നു അതിന്റെ സകല രാഗങ്ങളും മോഹങ്ങളും ഞാൻ ക്രൂശിൽ കയറി തറച്ചു. और तीसरे जगह में इस प्रकार लिखा है कि मैंने उसकी सारी अभिलाषाओं, सारी इच्छाओं के साथ क्रूस पर उसको क्रूशित कर दिया। അടുത്ത ചില വാക്കുകൾ പറയുന്നുണ്ട്. अगले कुछ वचनों में इस प्रकार हम देख सकते हैं, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി അല്ലെ വരാതിരിക്കേണ്ടതിന് ഞാനതിനെ ഉപവസിച്ച്, ഞാനതിനെ പ്രാർത്ഥിച്ച്, അതിനെ ദണ്ഡിപ്പിച്ച്, അതിനെ ഞാൻ അടിമപ്പെടുത്തി വെച്ചിരിക്കുക. देखो हालेलुया एक दूसरे भाग में इस प्रकार लिखा है कि ये मैं मेरे अंदर से बार बार वो बीच बीच में उठकर उसका स्वभाव प्रकट ना करे, इसलिए मैं अपने शरीर में उपवास रखते हुए, अपने शरीर को दंडित करते हुए, पीड़ित करते हुए उसको मैंने दबा रखा है, अपने अधीन कर रखा है। ചിലരുടെ അകത്ത് ഞാൻ ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് ചില സമയം ഒളിച്ചിരിക്കുക. और कुछ लोगों के अंदर मैं जो वो व्यक्तित्व है छुपा हुआ है। ചില സമയത്ത് പ്രത്യേക ചില സമയത്ത് അതിങ്ങനെ വരാറുണ്ട്. और कभी कभार वो इस प्रकार उठ कर आता है। ഒരിക്കൽ യേശു കുരിശിൽ കിടക്കുമ്പോൾ एक बार यीशु मसीह जब काल्वरी क्रूस पर थे, പടയാളിയിൽ ഒരുത്തൻ വന്ന് അവന്റെ വിലാപ്പുറത്ത് കുത്തി. और सिपाहियों में से एक ने आकर एक बाला लिया, उसके पंजर में मारा।
അപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായില്ല. അവർക്ക് മനസ്സിലായി യേശു മരിച്ചു. देखो, यीशु के शरीर में कोई प्रतिक्रिया वहां से नहीं हुई, इसलिए वे लोग समझ गए कि यीशु मर चुके हैं, കാര്യം അവർ കുത്തി നോക്കിയത് ജീവനുണ്ടോ എന്ന് അറിയാനാണ്. क्योंकि उन्होंने हालेलुया जो पंजर में भाले से मारा था वो इसलिए मारा ताकि देखे कि उसके अंदर जीवन है या नहीं। ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പലരെയും ഒന്ന് കുത്തി നോക്കിയാൽ മതി, അവരുടെ അകത്ത് ഞാൻ ഇന്നും ഉണ്ടോ അതോ ഞാൻ അലിയ സംസ്കരിക്കപ്പെട്ടുവോ എന്ന് അറിയാനായിട്ട് ചെറുതായിട്ടൊന്ന് അലിയ എന്തേലും ഒരു നോവുന്ന ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ മതി. और आज भी हालेलुया हम जान सकते हैं, हालेलुया अगर हमारे अंदर ऐसे एक चुभन दे तो हम जान सकते हैं कि मैं रूपी वो व्यक्ति हमारे अंदर छुपा है या नहीं। ഈ ദിവസങ്ങളിൽ നീ ക്രിസ്തുവിനോട് കൂടെ ആ സ്നേഹത്തിന്റെ അകത്ത് ക്രൂശിക്കപ്പെട്ട ആളാണ്. अगर आप मसीह के साथ उस प्रेम में अगर आप मारे गए हो, ഇനി ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് പറയുമ്പോഴും ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ നിന്നിൽ നിന്ന് അതിന്റെ പ്രവൃത്തിയോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തു എന്ന പുതിയ മനുഷ്യനെ ധരിച്ചൊരു വ്യക്തിയാണോ? क्या आपने हालेलुया जब कहते हो कि मैं रूपी उस व्यक्ति को मैंने अपने शरीर से उतार फेंका है, अब एक नया व्यक्ति मैं बन चुका हूं। ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. इन दिनों में परमेश्वर हमारे जीवन में अद्भुत कामों को करने जा रहे हैं। ചിലര് ഞാനെ തറച്ചു, कुछ लोगों ने मैं को हालेलुया या अपने आप को क्रूस पर चढ़ा दिया, ചിലര് ഞാനെ ഉരിഞ്ഞു കളഞ്ഞു, कुछ लोगों ने अपने आप को हालेलुया अपने में से उस स्वभाव को उतार फेंक दिया है, ചിലര് അതിനെ ദണ്ണിപ്പിച്ച് അടിമയാക്കി കളഞ്ഞു. कुछ लोगों ने हालेलुया उस व्यक्तित्व को हालेलुया जो उसके अंदर है उनको पीड़ा देके सताकर अपने अंदर दबा दिया है, ചിലര് അതിനെ സംസ്കരിച്ചു. कुछ लोगों ने उस मैं रूपी व्यक्तित्व को गाड़ दिया है, എന്നിട്ട് വന്നിട്ട് പറയുക, फिर आकर कहते हैं ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. अब मैं जीवित ना रहा पर मसीह मुझ में जीवित है। ഈ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ ഞങ്ങൾക്കും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കും ഉറപ്പായിട്ട് പറയാൻ പറ്റുമോ, എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ഞാൻ എന്നെ ക്രൂശിച്ചെന്ന്? और आज प्रचार करने वाले हम और हमें सुनने वाले हर एक परमेश्वर के लोग, क्या हम विश्वास के साथ बोल सकते हैं कि मैंने अपने आप को क्रूस पर चढ़ा दिया है? ഉറപ്പായിട്ടും പറയാൻ പറ്റുമോ, എന്നിലുള്ള ഞാൻ ഭാവങ്ങൾ, ഞാൻ എന്ന് പറയുന്ന അഴുക്ക് വ്യക്തിത്വങ്ങൾ തകർന്നെന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റുമോ? क्या आप लोग हालेलुया पूरे भरोसे के साथ कह सकते हैं कि मैं रूपी जो व्यक्तित्व है, बुराइयों से भरा वो व्यक्तित्व को मैंने खत्म कर दिया है? ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റുമോ? क्या आप 100% इस प्रकार बोल सकते हैं, अब मैं जीवित ना रहा पर मसीह मुझ में जीवित है? എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. मेरे अंदर मसीह जीवित है। ആമേൻ. आमेन। എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ് എന്ന് अब പറയണം. आप लोग बोले कि अब मुझ में मसीह जीवित है। ഹല്ലേലൂയ. हालेलुया। ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ്. इन वचनों के द्वारा परमेश्वर हम सबों को एक साथ आशीषित करने जा रहे हैं। പഴയ മനുഷ്യനെ ക്രൂശിച്ചു, पुराने मनुष्यत्व को क्रूसित कर दिया, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. हम भी मसीह के साथ क्रूस पर चढ़ाए गए हैं। ഈ നമ്മളല്ല, ക്രിസ്തുവാ ജീവിക്കുന്നത്. अब हम अपने में नहीं मगर मसीह हम में जीवित है। ഹല്ലേലൂയ. എന്നിൽ ഇപ്പോൾ പണ്ടത്തെ താമസക്കാരൻ പോയി, पुराने हालेलुया जो व्यक्ति मेरे अंदर रहा करता था वो चला गया। ഇപ്പോൾ ഒറിജിനൽ ഓണർ ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. देखो अब मैं असली हालेलुया या फिर असली जो मालिक है इस शरीर का, अब वो आकर रहने लगा है। പണ്ട് പല വാടകക്കാരും താമസിച്ചുകൊണ്ടിരുന്നത്. पहले इस घर में हालेलुया या इस शरीर रूपी घर में अनेक किराएदार रहा करते थे, അവരെല്ലാം പോയി. वो सब चले गए। ഇപ്പോൾ എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്, യഥാർത്ഥ ഓണർ എന്നിൽ താമസിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. मगर अब मुझ में मसीह जीवित है जो इस शरीर का या इस घर का मालिक है। എന്താണ് പറയാൻ മടിക്കുന്നത്? ഉറപ്പായിട്ട് പറഞ്ഞ് എന്നിൽ ക്രിസ്തു അത്ര ജീവിക്കുന്നത്. आप लोग हालेलुया बोलने में हिचकाए नहीं, आप भरोसे के साथ बोले कि मुझ में मसीह जीवित है। അങ്ങനെ വിശ്വാസത്തോടെ പറയാം, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. विश्वास के साथ आप बोले कि मुझ में मसीह जीवित है। എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്ന ഉറപ്പുള്ളവർ വിശ്വാസത്തോടെ പറഞ്ഞിട്ട് എന്നിൽ ക്രിസ്തുവാ ജീവിക്കുന്നത്. जिनको भरोसा है कि मुझ में मसीह जीवित है वे लोग विश्वास के साथ बोले कि मुझ में मसीह जीवित है। കാര്യം ഇത് പറയുമ്പോൾ തന്നെ സാത്താൻ ഭയപ്പെടുക. जब हम इन बातों को बोलते हैं तो शैतान सुनकर डर रहा है।
കാര്യം നീയാകുന്ന വീട്ടിന്റെ അകത്തെ ഇപ്പത്തെ പുതിയ താമസക്കാരൻ ആ വീടിന്റെ ഒറിജിനൽ ഓണറായിരിക്കുന്ന ക്രിസ്തു താമസിക്കാൻ വന്നെങ്കിൽ പിശാചും അവന്റെ രാജ്യവും ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. देखो हालेलुया, आपके हालेलुया शरीर रूपी इस घर में अगर उसका मालिक रहने के लिए आ चुका है तो शैतान और उसकी सेना अब डरने लगेगी। ഹല്ലേലൂയ. ഒരാള് വീടിന്റെ വെളിയിൽ നിന്നുകൊണ്ട് ബെല്ലടിച്ചു. एक व्यक्ति घर के बाहर खड़े होकर उसने घंटी बजाई। ബെല്ലടിച്ചത് അല്ലിയ ഇപ്പോൾ ഈ ഭൂമിയിൽ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വൈറസ് ആണ് വന്ന് ബെല്ലടിച്ചത്. और घंटी जो जिसने बजाई वो इस दुनिया में हालेलुया सबको डराने वाली वायरस है जो जिसने आकर अभी घंटी बजाई है। പക്ഷെ വീട് തുറന്ന് ഇറങ്ങിച്ചെന്നത് അതിന്റെ ഓണറായ ക്രിസ്തുവാണ്. मगर इस घर का दरवाजा खोलकर जो बाहर निकला है वो इस घर का मालिक मसीह ही है। അല്ലെ അതിന് നിൽക്കാൻ പറ്റുന്നില്ല അതിന്റെ മുമ്പിൽ. अब वो वायरस उस मसीह के सामने खड़ा भी नहीं रह पाएगा प्रियो। ഒരു രോഗത്തിന് നിൽക്കാൻ പറ്റുന്നില്ല. कोई भी बीमारी अब उसके सामने नहीं टिक सकती। ഒരു മരണത്തിന് നിൽക്കാൻ പറ്റുന്നില്ല. कोई भी मृत्यु अब उसके सामने नहीं खड़ा हो सकता। ഒരു ആപത്തിന് നിൽക്കാൻ പറ്റുന്നില്ല. कोई भी अंधकार की शक्तियां नहीं रुक पाएंगी। കാര്യം അല്ലിയ ഇതിന്റെ അകത്ത് ഒറിജിനൽ ഓണർ താമസിക്കാൻ തുടങ്ങി. क्योंकि हालेलुया अब से इस घर के अंदर उसका मालिक रहने लगा है। ഞാൻ പറഞ്ഞില്ലേ വിടുതല് നിങ്ങൾക്ക് അല്ലിയ ജയകരമായ ജീവിതം നയിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നത് അറിവാണ്, വെളിപ്പാടാണ്. കാര്യം ക്രിസ്തു എന്റെ അകത്തുള്ളെന്നല്ല, ആ വെളിപ്പാടാണ് നിങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്നത്. देखो प्रियो, जैसे मैंने आपको बताया आपके अंदर जो जानकारी है, जो समझ है, जो प्रकाशन है कि मसीह मेरे अंदर वास कर रही है, वो प्रकाशन आपको एक जीवन जीने में सहायता करेगी। ഞാൻ ക്രൂശിക്കപ്പെട്ടു. मैं क्रूस पर चढ़ाया गया हूं, ഞാനല്ല. अब मैं नहीं जी रहा। അപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാനൊരു വീട് പോലെയാ. देखो अब आप मुझे जब देखते हो मैं एक घर के समान हूं। പണ്ടത്തെ താമസക്കാരെല്ലാം പോയിരിക്കുക. पुराने किराएदार सब चले गए हैं। അപ്പോൾ എന്നിലുള്ളത് ക്രിസ്തുവാ. अब मुझ में जो आया है वो मसीह है। ക്രിസ്തു എന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. मसीह मुझ में जीवित है प्रियो। ഒരു രോഗശക്തി തൊടുവാൻ ക്രിസ്തു അനുവദിക്കത്തില്ല. इसलिए कोई भी बीमारी की शक्ति हमारे शरीर को छुए वो मसीह अनुमति नहीं देगा। ശക്തി തൊടുവാൻ ക്രിസ്തു അനുവദിക്കത്തില്ല. कोई भी अंधकार की शक्तियां इस शरीर को छुए परमेश्वर अनुमति नहीं देगा। ഒരു ആഭിചാര ശക്തി തൊടുവാൻ അനുവദിക്കത്തില്ല. कोई भी जादू छूने की शक्तियां आपको नहीं छू पाएंगी। കാര്യം നമ്മളിൽ ക്രിസ്തു ജീവിക്കുകയാണ്. क्योंकि हमारे अंदर मसीह जी रहा है। വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ച പ്രിയരെ, विश्वास करने वाले लोगों आप परमेश्वर की स्तुति करें। ലേഖനം 1:3 എന്താ പറയുന്നത്? इफिसियों की पत्री हालेलुया 1:3 क्या कहता है? ക്രിസ്തുവിൽ സകലത്തിലും ദൈവം അനുഗ്രഹിച്ചിരിക്കുക. मसीह में हालेलुया हर बातों में उसने हमें आशीषित किया है। കാര്യം ക്രിസ്തു തന്നെ ഒരു അനുഗ്രഹമാണ്. क्योंकि मसीह अपने आप में ही एक आशीष है। ആ അനുഗ്രഹം എന്നിൽ താമസിക്കുമ്പോൾ और वो आशीष जब मेरे अंदर वास करती है, ഞാനൊരു ശപിക്കപ്പെട്ടവനല്ല. मैं अब एक श्रापित व्यक्ति नहीं हूं। അനുഗ്രഹം എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഞാനൊരു അനുഗ്രഹമാണ്. मेरे अंदर वो आशीष का सोता या आशीष का मूल वास कर रहा है, इसलिए मैं भी एक आशीष बन चुका हूं। എഫേസ്യ ലേഖനം 1:3 പറയുന്നു ക്രിസ്തുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. इफिसियों की पत्री 1:3 में लिखा है कि मसीह में मुझे हर एक आशीषों से उसने भर दिया है। ക്രിസ്തു അനുഗ്രഹമാണെങ്കിൽ यदि मसीह आशीष है, എന്റെ ശരീരത്ത് ക്രിസ്തു വസിക്കുന്നത് കൊണ്ട്, എന്റെ അകത്ത് അനുഗ്രഹം വസിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു അനുഗ്രഹമാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? देखो मेरे अंदर हालेलुया उस आशीष का मूल मसीह मेरे अंदर वास कर रहा है, इसलिए कितने लोग बोल सकते हैं कि मैं भी आशीषित हूं। എന്റെ ക്രിസ്തു വൈദ്യന്മാരുടെ വൈദ്യനാണ്. मेरा मसीह वैदों का वैद है प्रियो। സൗഖ്യമാക്കിയ അത്ഭുത മെഡിസിൻ ആണ് എന്റെ ക്രിസ്തു. और हर एक बीमारियों में से चंगाई देने वाले वो सामर्थी दवा है मसीह। ആ ക്രിസ്തു എന്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ സൗഖ്യമാകുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? वो मसीह मेरे अंदर है, इसलिए कितने लोग विश्वास कर सकते हैं कि मैं चंगा हो जाऊंगा।
നീ ഷുഗറിനെ പേടിക്കണ്ട, നീ പ്രഷറിനെ പേടിക്കണ്ട, നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ കരാവാകുമെന്ന് നീ പേടിക്കേണ്ട കാര്യം, സകലത്തെയും സൃഷ്ടിച്ച ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ നീ വിശ്വസിക്കുക, നിനക്കൊരു ദോഷവും വരത്തില്ല. यस हालेलुया, आप शुगर की बीमारी से, बीपी से, हालेलुया, किसी भी प्रकार की बीमारियों से ना डरे, क्योंकि हालेलुया मसीह आपके अंदर है तो कोई भी विपत्ति आपके शरीर में नहीं आ पाएंगी। अरे ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇപ്പോൾ ഞാനല്ല താമസിക്കുന്നത്, क्योंकि मैं तो क्रूस पर चढ़ा दिया गया हूं, अब मैं मुझ में वास नहीं कर रहा, എന്റെ വീട്ടിൽ ക്രിസ്തുവാണ് താമസിക്കുന്നത്, मेरे घर में मसीह वास कर रहे हैं, ശരീരത്തിൽ ക്രിസ്തുവാണ് താമസിക്കുന്നത്. मेरे शरीर में मसीह वास कर रहे हैं। ഈ ഒരു അറിവിലേക്ക് നിങ്ങൾ കയറിയാട്ടെ, ഈ ഒരു വെളിപ്പാട് നിങ്ങൾ കയറിയാട്ടെ. इस समझ में, इस जानकारी में, इस प्रकाशन में आप लोग आ जाए। ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവൻ ലോകത്തില്ല. आकाश के नीचे, इस पृथ्वी के ऊपर आपके जैसा आशीषित और कोई व्यक्ति नहीं है प्रियो। ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നിന്നെ പോലെ ആരോഗ്യമുള്ള, നിന്നെ പോലെ സൗഖ്യമുള്ള മറ്റാരും ഈ ഭൂമിയിലില്ല. हालेलुया, आकाश के नीचे, पृथ्वी के ऊपर आपके जैसे हालेलुया तंदुरुस्त, हष्ट पुष्ट व्यक्ति इस दुनिया में और कोई नहीं है। കാര്യം അല്ലീയ, എന്റെ അകത്ത് ക്രിസ്തുവാണുള്ളത്, क्योंकि मेरे अंदर मसीह वास कर रहे हैं। വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്ക് പോകുകയെ. विश्वास करने वाले लोग परमेश्वर की स्तुति करें प्रियो। ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകുകയാണ്. परमेश्वर आपकी सहायता करने जा रहे हैं। പഴയ നിയമത്തിൽ പെട്ടകത്തിൽ വസിച്ച ദൈവം, पुराने नियम में संदूकों में वास किया हुआ परमेश्वर, നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. और इन दिनों में हालेलुया, हर एक दिनों में हम इन विषयों पर मनन कर रहे हैं। അസ്തോദിൽ ദാഗോൻ എന്ന് പറയുന്ന ദേവനെ തകർത്തു കളഞ്ഞ ദൈവം, अस्तोद में दागोन नाम के उस देवता को गिराने वाला परमेश्वर, ആ ക്രിസ്തു ഇപ്പോൾ എന്നിൽ വസിക്കുക. वो मसीह अब मेरे अंदर वास कर रहे हैं। അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, നീ നിൽക്കുന്നിടത്ത് ഒരു പൈശാചിക മണ്ഡലം നിൽക്കത്തില്ല, അത് തകർന്നു പോകും. इसलिए एक बात पक्की है प्रियो, जहां कहीं आप खड़े रहोगे वहां पर अंधकार की शक्तियां नहीं टिक सकती, क्योंकि वो लोग नाश किए जाएंगे। ഓബേദോമിന്റെ കുടുംബത്തിന്റെ അകത്ത് കയറി 3 മാസങ്ങൾ കൊണ്ട് പിടിച്ച കിട്ടാത്ത അനുഗ്രഹങ്ങൾ നടത്തിയ ദൈവം നിന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു അനുഗ്രഹമാണ്. ओबेदेदोम के घर में हालेलुया 3 महीने रहा हुआ परमेश्वर का संदूक और उन आशीषों को उनके घर में देने वाला परमेश्वर, अगर वो मसीह आपके अंदर है तो विश्वास करें, आप भी प्रभु में आशीषित हो जाओगे। അരണ യോർദാനെ രണ്ടായി മാറ്റിയ പെട്ടകത്തിൽ വസിച്ച ദൈവം നിന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കുക, നിന്റെ മുമ്പിൽ വഴി മാറാത്തതൊന്നുമില്ല. देखो हालेलुया, उस यर्दन नदी, हालेलुया हालेलुया मृत्यु के समान बहने वाली यर्दन की नदी को संदूक के पैर रखे जाने पर वो 2 भाग में बट गया, तो आप विश्वास करें वो मसीह आपके अंदर है तो आपके सामने हर एक मार्ग खुल जाएगा। ദേവന്മാരെ മുട്ടുമടപ്പിച്ച ക്രിസ്തു നിന്നിലുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? क्या आप लोग विश्वास करते हैं कि देवी हालेलुया देवताओं को भी अपने सामने घुटना टिकाया हुआ मसीह आपके अंदर है? പൈശാചിക മണ്ഡലങ്ങൾ ഇതൊരു വെളിപ്പാടാ, ഇതൊരു വെളിപ്പാടാ. ഈ വെളിപ്പാട് അകത്തുണ്ടെങ്കിൽ ദുഷ്ടമണ്ഡലങ്ങൾ നിന്നെ ജയിക്കത്തില്ല, മറിച്ച് ദുഷ്ടമണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ തകരുന്ന ദിവസങ്ങളാണ്. प्रियो हालेलुया, एक ये प्रकाशन है, ये प्रकाशन आपके अंदर होना चाहिए। अगर ये प्रकाशन आपके अंदर है तो अंधकार की शक्ति आपको पराजित नहीं कर सकती, मगर आपके सामने पराजित हो जाएंगी। अरे ഞാൻ ക്രൂശിക്കപ്പെട്ടവനാ, क्योंकि मैं तो क्रूस पर चढ़ाया गया हूं। എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാ, मुझ में जो जीवित है वो मसीह है प्रियो। പഴയ നിയമത്തിൽ യോർദാനെ പിളർന്ന ആളാ എന്നിൽ വസിക്കുന്നത്. पुराने नियम में यर्दन नदी को 2 भागों में बांटा हुआ मसीह मेरे अंदर वास कर रहा है। പഴയ നിയമത്തിൽ ഓബേദോമിന്റെ കുടുംബത്തെ 3 മാസം കൊണ്ട് ബ്ലസ് ചെയ്ത ആളാ എന്നിൽ വസിക്കുന്നത്. पुराने नियम के हालेलुया ओबेदेदोम के घर में रह कर 3 महीनों में उसके घर को आशीषित किया हुआ मसीह अब मेरे अंदर वास कर रहे हैं। ചെങ്കടലിനെ പിളർന്ന ആളാ എന്നിൽ വസിക്കുന്നത്. लाल समुद्र को 2 भागों में बांटने वाला मसीह मेरे अंदर वास कर रहे हैं। ആലയം മധുരമാക്കിയ ആളാ എന്നിൽ വസിക്കുന്നത്. मारा को मीठा करने वाले उस परमेश्वर वो मसीह मेरे अंदर वास कर रहे हैं। കാടപ്പക്ഷയും മഞ്ഞയും ഇസ്രായേലിന്റെ പാളയത്തിൽ അല്ലെ പെയ്ച്ചു കൊടുത്തവനാ എന്നിൽ വസിക്കുന്നത്. बटेर को और मन्ना को इस्राएलियों के डेरे के सामने हालेलुया देने वाला मसीह वो परमेश्वर मेरे अंदर वास कर रहे हैं। എന്നിൽ വസിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं कि वो मेरे अंदर वास कर रहे हैं? നിന്റെ ശരീരത്തിൽ ഇന്ന് നിന്നെ ശല്യപ്പെടുന്ന ഷുഗർ ആണോ പ്രഷർ ആണോ എങ്കിൽ അതിനോട് പറ, ക്രിസ്തു വസിക്കുന്നു, അതുകൊണ്ട് എല്ലാം നോർമൽ ആകുമെന്ന് പറ. आपके शरीर में क्या आपके शरीर को हालेलुया शुगर प्रेशर परेशान कर रहा है? उन बीमारियों को देखकर बोले कि मसीह मेरे अंदर है इसलिए तू खत्म हो जाएगा। ഏത് അലർജിയാ നിന്നിൽ വസിക്കുന്ന അതിനോട് പറ, ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നത്, അതുകൊണ്ട് സകലത് മാറുമെന്ന് പറ. और कौन सी एलर्जी है जो आपके जीवन को परेशान कर रही है, उसको देखकर आप बोले कि मेरे अंदर मसीह वास कर रहा है इसलिए तू खत्म हो जाएगा। അതിനൊന്നും ഇനി ഇരിക്കാനുള്ള അനുവാദമില്ല, കാര്യം ക്രിസ്തു വസിക്കുന്നു. क्योंकि उन बीमारियों को अब हमारे अंदर रहने के लिए कोई अधिकार नहीं है, क्योंकि मसीह हमारे अंदर आ चुके हैं।
അരെ അതിരുന്നത് പഴയ ആളില പഴയ ആളിൽ. ये सारी बीमारियां हमारे अंदर के पुराने मनुष्यत्व में या पुराने व्यक्तित्व में वास करती थी, ആ ആളെ തറച്ചു. मगर उस पुराने व्यक्तित्व को अब क्रूस पर चढ़ा दिया है. ആ വ്യക്തിയെ സംസ്കരിച്ചു. उस व्यक्ति को अब दफना दिया है या गाड़ दिया है. ഇനി ഞാനല്ല ജീവിക്കുന്നത്, अब मुझ में मैं नहीं हूं जो जीवित है, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. मगर मुझ में वो मसीह जीवित है. प्रियो, ഈ ഒരു അറിവിൽ, ഈ ഒരു വെളിപ്പാടിൽ നിങ്ങൾ ജീവിക്കട്ടെ. इस प्रकाशन में, इस बड़ी जानकारी में आप लोग अपना जीवन जिए. ഭയങ്കര വിജയം ഉണ്ടാകും കേട്ടോ. एक बहुत बड़ी सफलता आपको मिलेगी. ഒരു ദിവസം മാസ്ക് വെച്ചില്ലെങ്കിലും ഒന്നും അടുത്ത് വരത്തില്ല. एक दिन अगर मास्क नहीं भी रखोगे तो कोई भी बीमारी आपके पास नहीं आएगी, അരെ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. क्योंकि मसीह आपके अंदर वास कर रहा है, आकाश के नीचे पृथ्वी के ऊपर. നിങ്ങളെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ ലോകത്തില്ല കേട്ടോ. आपके जैसा आशीषित और कोई व्यक्ति इस दुनिया में नहीं है. നിങ്ങളെ പോലെ ആരോഗ്യമുള്ള ഒരാൾ ലോകത്തില്ല. आपके जैसा स्वास्थ्य व्यक्ति दुनिया में और कोई नहीं है. എത്ര പേർക്ക് പറയാൻ പറ്റും? कितने लोग बोल सकते हैं? തലയിൽ കൈവച്ചോ ശരീരത്തിൽ കൈവച്ചോ പറയാൻ പറ്റും? अपने सर पर हाथ रखते हुए, अपने शरीर पर हाथ रखते हुए बोल सकते हैं, ഞാൻ ക്രിസ്തുവിനോടുകൂടെ സ്നേഹത്തിൽ ക്രൂശിക്കപ്പെട്ടു. मैं मसीह के साथ उस प्रेम में क्रूस पर चढ़ा दिया गया हूं. എന്നെ ദൈവം കാണുന്നത് ക്രിസ്തുവിലൂടെയാണ്. मुझे जो परमेश्वर देखते हैं वो मसीह के द्वारा, मसीह में होकर देखते हैं. അതുകൊണ്ട് കരുണ എന്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. इसलिए करुणा जीवन भर मेरे साथ साथ बनी रहेगी. എന്നെ പിശാച് കാണുന്നത് ക്രിസ്തുവിലൂടെയാണ്. शैतान भी जो मुझे देखते हैं वो मसीह में होकर देखते हैं. അതുകൊണ്ട് എനിക്ക് ഒരു ദോഷവും വരത്തില്ല. इसलिए कोई हानि विपत्ति मेरे जीवन में नहीं आएंगी. എന്നെ കാണുന്ന മനുഷ്യർ യേശുവിനെ കാണും. मुझे देखने वाले लोग वो मसीह को देखेंगे. സാധു സുന്ദർ സിംഗിന് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ साधु सुंदर सिंह के जीवन में अगर ऐसा हो पाया है, എന്റെ ഈ നൂറ്റാണ്ടിൽ അങ്ങനെ സംഭവിക്കും. मेरे इस युग में भी ऐसा ही होगा. എന്നിലുള്ള ഞാൻ എന്ന മനുഷ്യൻ मेरे अंदर जो मैं रूपी व्यक्तित्व है ഒത്തിരി അഴുക്കാളാ, वो काफी बुरा व्यक्ति है, ഒത്തിരി നുണ പറയുന്ന ആളാ, वो झूठ बोलने वाला व्यक्ति है, കുറ്റം പറയുന്ന ആളാ, वो दोष लगाने वाला व्यक्ति है, വഴക്കുണ്ടാക്കുന്ന ആളാ, वो झगड़ा करने वाला व्यक्ति है, ദൈവത്തിന് വിരോധമായി ചിന്തിക്കുന്ന ആളാ. परमेश्वर के विरोध सोचने वाला व्यक्ति है. ആ ഞാൻ എന്ന് പറയുന്ന ഒരു പരാജയപ്പെട്ട മനുഷ്യൻ എന്നിലുണ്ട്. और मैं रूपी वो पराजित व्यक्ति मेरे अंदर वास कर रहा है. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ इन दिनों की प्रार्थनाओं में അല്ലെങ്കിൽ ഇന്ന് या फिर आज ആ മനുഷ്യനെ ഞാൻ ക്രൂശിക്കും. उस व्यक्ति को मैं क्रूशित करता हूं. അവനെ ഞാൻ ഉരിഞ്ഞു കളയും. उस व्यक्ति को मैं अपने अंदर से उतार फेंकता हूं. അല്ല, ഇനി ഒരിക്കലും വരാൻ പറ്റാത്ത രീതിയിൽ അവനെ ഞാൻ സംസ്കരിക്കും. अब दोबारा कभी वो मेरे अंदर प्रवेश नहीं कर सकेगा, इस प्रकार मैं उसको गाड़ देता हूं. എന്നിട്ട് പൗലോസ് പറഞ്ഞ പോലെ ഞാനും പറയും, फिर पौलुस ने जिस प्रकार कहा मैं भी फिर बोलूंगा, ഇനി ജീവിക്കുന്ന ഞാനല്ല, अब मुझ में मैं नहीं जीवित हूं, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. हालेलुया, अब मुझ में मसीह जीवित है. എന്റെ ശരീരം എന്റേതായിരിക്കും, मेरा शरीर तो मेरा होगा, പക്ഷെ വസിക്കുന്നതും ജീവിക്കുന്ന വേറൊരാളായിരിക്കും. मगर वास करने वाला और जीने वाला और कोई व्यक्ति है. അത് മരണത്തെ ജയിച്ച ക്രിസ്തു ആയിരിക്കും. वो मृत्यु को जीतने वाला मसीह है. അത് സാത്താന്റെ തലയെ തകർത്ത ക്രിസ്തു ആയിരിക്കും. शैतान के सर को कुचलने वाला मसीह ही है जो मेरे अंदर वास करता है. ക്രിസ്തു ആയിരിക്കും എന്നിൽ ജീവിക്കുന്നത്. वो मसीह मेरे अंदर अब से वास करेंगे. ആര് വന്ന് ഏത് വൈറസ് വന്ന് ഏത് മരണം വന്ന് ഏത് രോഗം വന്ന് ഏത് പരാജയം വന്ന് ബെല്ലടിച്ചാലും ഇനി ഡോർ തുറക്കുന്ന ക്രിസ്തു ആയിരിക്കും. कोई भी वायरस क्यों ना हो, कोई भी पराजय क्यों ना हो, कोई भी मृत्यु क्यों ना हो, जो भी आकर अब हमारे शरीर में घंटी बजाए, मसीह ही उन द्वार को खोलेगा. आराधना को परमेश्वर ने अब तक आशीषित किया है. परमेश्वर के हाथों में हम समर्पित करें. परमेश्वर का हाथ हमारे लिए अद्भुत कामों को करने पाए, यीशु के नाम में.